എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹൊക്കാഗെ ആന്റിയും അസിസ്റ്റന്റ് ചേച്ചിയും കാക്കാഷിയെ കാണാനായിട്ട് ആളുടെ റൂമിലേക്ക് വരും. ഹൊക്കാഗെ ആന്റി കാക്കാഷിയോട് പറയും, നിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്, വേണമെങ്കിൽ നിനക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാം. അതിന് കാക്കാഷി ടെൻഷനായിട്ട് ആദ്യം എന്റെ ഒരു ലഗേജ് ഇവിടെ കിടപ്പുണ്ട്, അതിനെടുത്ത് പുറത്തു തള്ളു. ലഗേജോ? ഏത് ലഗേജ് എന്നും പറഞ്ഞ് നമ്മുടെ ഹൊക്കാഗെ ആന്റി റൂമിനുള്ളിലേക്ക് നോക്കുമ്പോഴായിരിക്കും കാക്കാഷിയുടെ ബെഡിന്റെ തൊട്ടടുത്ത് ഇപ്പൊ കുട്ടപ്പൻ കൂർക്കം വലിച്ചുറങ്ങുന്നത് കാണാം. ഇവൻ 24 അവേഴ്സും ഇപ്പൊ എന്റെ റൂമിലാണ്. പ്രാക്ടീസ് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് സ്വസ്ഥത തരാറില്ല. ആദ്യം ഇവനെ പിടിച്ചു മാറ്റെന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ, വെക്കടാ വെടി, ഓടിക്കോ, ചാടിക്കോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നമൊക്കെ കണ്ട് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ച് കാറാണ്. അത് കേട്ട് ഹൊക്കാഗെ ആന്റി, മിണ്ടാതെ കിടക്കടാ, ഒച്ച വെച്ചാ തൂക്കിയെടുത്ത് നിന്നെ പുറത്ത് കളയെന്ന് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാക്കാഷി ആവട്ടെ കുട്ടപ്പന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങുകയാണ്. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ തലയൊക്കെ ചൊറിഞ്ഞ് ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ കാക്കാഷിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. നീ എന്തിനാ ചുമ്മാ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഒന്നുമില്ല, നമ്മളിപ്പോ ട്രെയിനിങ് എടുക്കാൻ പോവല്ലേ, അതിന്റെ സന്തോഷത്തില് ഞാൻ ചിരിച്ചതാണെന്ന് പറയും. നിന്റെ മുൻപില് ഇനി ഒട്ടും സമയമില്ല. റസൻഗൺ പവറിനെ കഴിഞ്ഞും വലിയൊരു ഗെഞ്ചിപ്സു എത്രയും പെട്ടെന്ന് നീ പഠിക്കണം. നീ ആദ്യം നിന്റെ ചക്ര പവറിനെ കൺട്രോൾ ചെയ്ത് റസൻഗൺ പവറിനെ പുറത്തെടുക്ക്. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനാവട്ടെ അവന്റെ ഒരു ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്ത് റസൻഗൺ പവർ എന്ന് പറഞ്ഞ് ആ ഒരു റസൻഗൺ പവർ അതിപ്പോ പുറത്തേക്ക് എടുക്കും. അത് കണ്ട് കാക്കാഷി വണ്ടർ അടിച്ച്, ആക്ച്വലി നീ റസൻഗൺ പവറില് ഒരു മാസ്റ്റർ ആയിരിക്കാണ്. അതിന് കുട്ടപ്പൻ ചിരിക്കാൻ തുടങ്ങും. സത്യമായിട്ടും ഞാനൊരു മാസ്റ്റർ ആയോ? അതിന് കാക്കാഷി പറയും, അതെ, കാരണം നിന്റെ റസൻഗൺ പവർ, അതിലുള്ള ചക്ര പവർ എല്ലാം തന്നെ നീ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നീ അറിഞ്ഞിരിക്കേണ്ടത് ചക്രയുടെ നേച്ചർ, ഷേപ്പ് അതെങ്ങനെ മാറ്റണം എന്നാണ്. മാസ്റ്റർ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ ചക്ര പവർ അത് ഡിഫറെന്റ് ഷേപ്പിലാക്കി അതിന്റെ നേച്ചർ തന്നെ ഇപ്പൊ മാറ്റാൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ അവന്റെ രണ്ട് ഉണ്ടക്കണ്ണും ഇപ്പൊ പുറത്തേക്ക് തള്ളി അത് നോക്കിയിരിക്കുകയാണ്. കാക്കാഷി അവന്റെ ചക്ര പവർ അത് ചിത്തോരി പവറാക്കി മാറ്റുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ വീണ്ടും വീണ്ടും കണ്ണ് തള്ളി നോക്കിയിരിക്കും. കാക്കാഷി ഓട്ടനെ ആ ഒരു ചിത്തോറി പവർ ഇപ്പൊ ഹൈ എൻഡിൽ കൊണ്ടുവന്ന് അങ്ങനെ പൊട്ടിക്കും. കുട്ടപ്പൻ അത് കണ്ട് വാവ്, അടിപൊളിയായിരിക്കുന്നു. അതിന് കാക്കാഷി പറയും, 5 നേച്ചർ ചക്ര എലമെന്റ്സ് ആണ് ആകെയുള്ളത്. ഫയർ, വാട്ടർ, വിൻഡ്, എർത്ത്, ലൈറ്റ്നിങ്. ഈ 5 കോമ്പണൻസും 5 ഗ്രേറ്റ് നേഷൻസിലുണ്ട്. ഓരോരുത്തരും ഓരോ ഗെഞ്ചിപ്സുല് നല്ല സ്ട്രോങ് ആയിരിക്കും. ലൈറ്റ്നിങ്ങിലുള്ളവര് ലൈറ്റ്നിങ് ഗെഞ്ചിപ്സു, വിൻഡിലുള്ളവര് വിൻഡ് ഗെഞ്ചിപ്സു എന്നിങ്ങനെ. ചിത്തോരി ഗെഞ്ചിപ്സു അത് ലൈറ്റ്നിങ് എലമെന്റിലുള്ളതാണ്. അപ്പൊ സാസുകയ്ക്ക് ലൈറ്റ്നിങ് ഗെഞ്ചിപ്സും ഫയർ ഗെഞ്ചിപ്സും ഉണ്ടല്ലേ? അതിന് കാക്കാഷി, അതെ, അതുകൊണ്ടാണ് അവനിപ്പോ ഇത്രയും പവർ. മാസ്റ്റർ പറയും, നിന്റെ പവർ അതെന്താണെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുക്കും. മാസ്റ്റർ പേപ്പർ എടുത്തോടൻ ആ ഒരു പേപ്പർ അത് രണ്ടായിട്ട് കീറിപ്പോവും. മാസ്റ്റർ പറയും, എനിക്ക് ലൈറ്റ്നിങ് പവർ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോ രണ്ടായിട്ട് കീറിപ്പോയത്. വിൻഡ് നേച്ചർ ആണെങ്കിൽ ഈ ഒരു കടലാസ് അത് ഐസായി പതിയെ ഇല്ലാതാവും. ഫയർ നേച്ചർ ആണെങ്കിൽ അത് കത്തിയെരിയും. വാട്ടർ നേച്ചർ ആണെങ്കിൽ അത് നനഞ്ഞു പോവും. മറിച്ച് എർത്താണെങ്കിൽ അത് കല്ലായി തീരും. അത് കഴിഞ്ഞ് മാസ്റ്റർ ഒരു പേപ്പർ ഇപ്പൊ കുട്ടപ്പന്റെ കൈ കൊടുക്കും. കുട്ടപ്പൻ ആ പേപ്പർ വാങ്ങി അവന്റെ ജിപ്സ് യൂസ് ചെയ്യുമ്പോ അത് രണ്ടായിട്ട് കീറിപ്പോവും. അത് കണ്ട് മാസ്റ്റർ പറയും, നിന്റെ പവർ അത് വിൻഡ് നേച്ചറാണ്. അത് കേട്ട് സന്തോഷത്തില് നമ്മുടെ ആള് തുള്ളിച്ചാടുമ്പോ മാസ്റ്റർ പറയും, കഴിഞ്ഞിട്ടില്ല, ഈ ഒരു നേച്ചർ വെച്ച് നിന്റെ സകല പവർ ഉപയോഗിച്ച് ഒരു അടിപൊളി ഗെഞ്ചിപ്സു അത് കണ്ടുപിടിക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ അവിടേക്ക് ഏമോട്ടോ സെൻസായി ചാടി ചാടി വരും. ഏമോട്ടോ പറയും, ഞാൻ നിന്റെ മാസ്റ്റർ പറഞ്ഞ അനുസരിച്ച് നിനക്ക് ട്രെയിനിങ് തരാൻ വന്നതാണ്. ഉടനെ കുട്ടപ്പൻ, ഏമോട്ടോ സെൻസായി നിങ്ങളുടെ വുഡ് സ്റ്റീൽ എലമെന്റ് അതേതാണ്? അതിന് ഏമോട്ടോ സെൻസായി ഇപ്പൊ മറുപടി കൊടുക്കില്ല. അപ്പൊ കാക്കാഷി ആവട്ടെ ഇപ്പൊ ഏമോട്ടോ സെൻസായിയുടെ ചെവിയില് എന്തോ ഒരു കാര്യം പറയും. എന്നിട്ട് കാക്കാഷി കുട്ടപ്പനോട് പറയും, ഏമോട്ടോ സെൻസായി കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും, നീ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതിന് ഏമോട്ടോ സെൻസായി, കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ ഒരു ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ഭൂമി അത് രണ്ടായിട്ട് പിളർക്കും. എന്നിട്ട് അതിന്റെ നടുക്കൂടെ ഇപ്പൊ വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാക്കും. ഏമോട്ടോ വിളിച്ചു പോവും, എനിക്ക് എർത്ത് സ്റ്റൈലും അതുപോലെ വാട്ടർ സ്റ്റൈലും ഉണ്ട്. കാക്കാഷി പറയും, ഒരാൾ ചുനനായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് 2 സ്റ്റൈൽ ജിപ്സ് കിട്ടും. മാത്രമല്ല അവൻ വാട്ടറിനെയും എർത്തിനെയും ഒരേ രീതിയിൽ കൊണ്ടുവന്ന് വുഡ് സ്റ്റീൽ ജിപ്സ് വരെ അവനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മാസ്റ്റർ ഇപ്പോട്ടനെ അവന്റെ 2 കൈയും കൂട്ടിപ്പിടിച്ച് വുഡ് സ്റ്റൈൽ ജിപ്സ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പന് കാണിച്ചു കൊടുക്കും. കുട്ടപ്പനാവട്ടെ ഇപ്പൊ അത്ഭുതത്തോടു കൂടെ അത് നോക്കി നിൽക്കും. കാക്കാഷി ചോദിക്കും, നമ്മുടെ കൂടെ ഫൈറ്റ് ചെയ്ത ഹക്കുവിനെ നിനക്ക് ഓർമ്മയില്ലേ? അവൻ വാട്ടർ ജിപ്സും വിൻഡ് ജിപ്സും കൂട്ടിച്ചേർത്താണ്
ഐസ് ജിപ്സു ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ശരീരം കണ്ണ് ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് ആ ജിപ്സു അത് പഠിക്കാൻ കഴിയാഞ്ഞത്. യമോട്ടോ സെൻസായി പറയും, കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല, നമുക്കിനിയും പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയമില്ല. മാസ്റ്റർ പറയും, നീ എത്രയും പെട്ടെന്ന് മൾട്ടി ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മൾട്ടി ക്ലൗണോ? മാസ്റ്റർ എന്താണ് പറയണെന്ന് ചോദിക്കുമ്പോ അതിന് മാസ്റ്റർ പറയും, സാധാരണ നമ്മൾ ക്ലൗൺ ക്രിയേറ്റ് ചെയ്യുമ്പോ അത് ഒറിജിനൽ ആയിരിക്കില്ല, പക്ഷെ മൾട്ടി ക്ലൗണില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലൗണ് അത് നമ്മളെ പോലെ തന്നെ ഒറിജിനൽ ആയിരിക്കും. ആ ഒരു ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നോ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മെമ്മറിയില് അതൊക്കെ സേവ് ആവുമെന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഒന്നും മനസ്സിലാവാതെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽക്കുകയാണ്. മാസ്റ്റർ ചോദിക്കും, നീ ഇതുവരെ എത്ര തവണ ഷാഡോ ക്ലൗൺസിനെ റിലീസ് ചെയ്തിട്ടുണ്ട്? അതിന് കുട്ടപ്പൻ പറയും, എനിക്ക് ഓർമ്മയില്ല. മാസ്റ്റർ പറയും, കുഴപ്പമില്ല, ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ അവരുടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. മാസ്റ്റർ പറയും, ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കണം. പിന്നീട് നമ്മുടെ ക്ലൗൺസ് രണ്ടുപേരും അവര് കാട്ടിൽ പോയി ഒരു മരത്തിന്റെ പിന്നില് ഒളിച്ചു നിൽക്കണം. മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ രണ്ട് ക്ലൗൺസും കാട്ടിൽ പോയി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കും. ഇവിടെ കാട്ടിലെത്തിയ നമ്മുടെ രണ്ട് ക്ലൗൺസും ആവട്ടെ അവര് പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ മാസ്റ്ററുടെ ക്ലൗൺ പറയും, എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് റോക്ക് പേപ്പർ സിസർ കളിച്ചാലോ? അതിന് കുട്ടപ്പന്റെ ക്ലൗൺ ചോദിക്കും, നീ എന്തായി പറയണേ? റോക്ക് പേപ്പർ സിസർ കളിക്കാനോ? അതും ഈ സമയത്തോ? അതിന് മാസ്റ്ററിന്റെ ക്ലൗൺ ആള് തറപ്പിച്ചു പറയും, നമുക്കിപ്പൊ തന്നെ കളിക്കണം, ഇതാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞ് അവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ യഥാർത്ഥ മാസ്റ്ററും കുട്ടപ്പനും ആവട്ടെ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, നമ്മുടെ ക്ലൗൺസ് അവരിപ്പോ എന്താ ചെയ്യണേ? അതിന് മാസ്റ്റർ പറയും, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ക്ലൗൺസ് ആവട്ടെ അവര് രണ്ടുപേരും കളിച്ച് കളിച്ച് നമ്മുടെ കുട്ടപ്പന്റെ ക്ലൗൺ അവൻ ജയിക്കും. കുട്ടപ്പന്റെ ക്ലൗൺ ചാടിത്തുള്ളി സന്തോഷിക്കുമ്പോ ഇപ്പൊ കാക്കാഷി മാസ്റ്ററുടെ ക്ലൗൺ അവനോട് പറയും, നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഈ ജിപ്സു അത് തകർക്കണം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ കുട്ടപ്പന്റെ ക്ലൗൺ ആവട്ടെ അവന്റെ പവർ എടുത്ത് ആ ഒരു ജിപ്സു അത് തകർത്ത് കളയും. കട്ട് ചെയ്താ ഇപ്പൊ ഒറിജിനൽ മാസ്റ്റർ ഒറിജിനൽ കുട്ടപ്പനോട് ചോദിക്കും, ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് കുട്ടപ്പൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവൻ പറയും, എന്റെ ക്ലൗൺ അത് സോൾട്ട് ആൻഡ് പേപ്പർ കളി കളിക്കുകയാണ്. കുട്ടപ്പൻ ചിരിക്കാൻ തുടങ്ങും, ആ കളിയില് നിങ്ങളാണ് തോറ്റുപോയത്. അത് കേട്ട് മാസ്റ്റർ ആവട്ടെ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. കാക്കാഷി പറയും, ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അർത്ഥം അത് ഇത്രയേ ഉള്ളൂ, നിന്റെ മാക്സിമം ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അവരെല്ലാം തന്നെ വ്യത്യസ്തമായ ജിപ്സുകള് പ്രാക്ടീസ് ചെയ്യുക. ക്ലൗൺസുകൾ ചെയ്യുന്ന ജിപ്സു എല്ലാം തന്നെ അത് നിന്റെ ബ്രെയിനിലും ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആവും. അങ്ങനെ നിനക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവൻ ഞെട്ടിയിട്ട് ഇപ്പൊ മാസ്റ്ററിനെ നോക്കി നിൽക്കും. നമ്മുടെ രണ്ട് മാസ്റ്റർമാർക്കും മനസ്സിലാവും കുട്ടപ്പൻ ഒരു തേങ്ങയും മനസ്സിലായില്ലാന്ന്. യാമുട്ടോ സെൻസായി പറയും, ജിറയ മാമൻ ഇവനെ റെസൻ ഗൺ ടെക്നിക്ക് പഠിക്കാൻ മിക്കവാറും മുക്കറിയിട്ടിട്ടുണ്ടാവും. നിന്റെ ഓരോരോ ക്ലൗൺസ് ആയിട്ട് പ്രാക്ടീസ് എടുത്ത് അത് അതിനെ തന്നെ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടെ ക്ലൗൺസ് പ്രാക്ടീസ് ചെയ്ത കാര്യം അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിനക്കും ചെയ്യാൻ കഴിയും. അങ്ങനെ കുറഞ്ഞ ടൈമില് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പഠിക്കാൻ പറ്റും. വെറും 2 ദിവസം കൊണ്ട് നീ 1000 ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രെയിനിങ് 2 ദിവസം കൊണ്ട് തന്നെ നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നറൂട്ടോ പറയും, അപ്പൊ അങ്ങനെയാണല്ലേ മാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുത്തത്. അതിന് കാക്കാഷി, ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം എന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല, നിന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ ചോദിക്കും, അപ്പൊ നിങ്ങളെ കഴിഞ്ഞും എന്റെ ചക്ര പവർ അത് കൂടുതലാണോ? നിനക്ക് 4 മടങ്ങ് എന്നെക്കാളും ചക്ര പവർ അധികമാണെന്ന് ഇപ്പൊ മാസ്റ്റർ പറയും. അപ്പൊ ശരിക്കും ഞാനൊരു സംഭവമാണല്ലേ എന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും. മാത്രമല്ല നിന്റെ 9 tail ഫോക്സിന്റെ പവർ ഉപയോഗിച്ചാല് 4 ഇരട്ടി എന്നുള്ളത് അതിന്റെയും 10 മടങ്ങാവെന്ന് പറയുമ്പോ ഇപ്പൊ യാമോട്ടോ സെൻസായി പറയും, നിന്റെ മോൺസ്റ്ററിന്റെ ചക്ര പവർ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് തരാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേൾക്കുമ്പോ കുട്ടപ്പൻ ഒരു സെക്കൻഡ് അവന്റെ 9 tail ഫോക്സ് സാക്കുറെ അടിച്ച കാര്യം ഓർക്കും. കുട്ടപ്പൻ ഉഷാറായിട്ട് പറയും, ഈ ജിപ്സ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. കാക്കാഷി കുട്ടപ്പൻ ഒരു ഇല കൊടുക്കും, നിന്റെ ജിപ്സ് ഉപയോഗിച്ച് ഈ ഒരു ഇല അത് നീ 2ആയിട്ട് വെട്ട്. മാത്രമല്ല നിന്റെ ഒരുപാട് ക്ലൗൺസിനെ നീ ക്രിയേറ്റ് ചെയ്യ്. നിനക്ക് എത്രത്തോളം ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയോ അത്രത്തോളം ക്ലൗൺസിനെ നീ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യണം. കുട്ടപ്പൻ ഒട്ടനെ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ മൾട്ടി ക്ലൗൺ ഷാഡോ ക്ലൗൺസിനെ അവിടേക്ക് കൊണ്ടുവരും. ഒരുപാട് കുട്ടപ്പന്മാരെ കണ്ട് ഇപ്പൊ മാസ്റ്റർമാര് രണ്ടുപേരും വണ്ടറടിച്ച് നോക്കും. അങ്ങനെ എല്ലാ കുട്ടപ്പന്മാരും ചേർന്ന് ഇപ്പൊ മാസായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.